എല്ലാവർക്കും കറണ്ട് അഫയേഴ്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് നമ്മൾ എൻട്രി ആപ്പിൽ പഠിച്ച ഡെയിലി കറണ്ട് അഫയേഴ്സിനകത്ത് ഉൾപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഹോട്ട് ടോപ്പിക്. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഡെയിലി നമ്മൾ പഠിച്ച് പോകുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഹോട്ട് ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ചു പോകും. അത് ചെറിയ ടോപ്പിക് ആണെങ്കിൽ ചെറിയ ക്ലാസ് ആയിരിക്കും, വലുതാണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുക്കും. അപ്പൊ നമുക്ക് ഇന്ന് എന്താണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇന്ന് റംസാർ സൈറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ റംസാർ കൺവെൻഷന്റെ കീഴിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതൊരു തണ്ണീർത്തട പ്രദേശവും അതിന്റെ സംരക്ഷിക്കാനും അതിന്റെ പ്രകൃതി വിഭവങ്ങൾ സുസ്ഥിരമായി ഉപയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് ആ തയ്യാറാക്കിയ ലിസ്റ്റിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പട്ടികയെ പറയുന്ന പേരാണ് എന്ത്, റംസാർ സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1971 യുനെസ്കോ സ്ഥാപിച്ച ഇത് 1975 നിലവിൽ വന്നത്. അപ്പൊ 1971 യുനെസ്കോ സ്ഥാപിച്ചത് 1975 നിലവിൽ വന്നത്. 1982 ഫെബ്രുവരി 1 നമ്മുടെ ഇന്ത്യ അതിൽ ഒപ്പിട്ട് അതിൽ അംഗമായിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സുന്ദർബൻസ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? സുന്ദർബൻസ് ആണ്. നമ്മുടെ ചിൽക്ക തടാകം, കിയോലാഡിയോ നാഷണൽ പാർക്ക്, ചിൽക്ക തടാകം ഒഡീഷ, കിയോലാഡിയോ നാഷണൽ പാർക്ക് രാജസ്ഥാൻ, ഇതൊക്കെ ഇന്ത്യയിലെ ആദ്യത്തെ റംസാർ സൈറ്റുകളായിരുന്നു. ഓക്കെ, ഇനി ഹിമാചൽ പ്രദേശിലെ രേണുക തണ്ണീർത്തടമാണ് ഏറ്റവും ചെറിയ റംസാർ സൈറ്റ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഏതാണ്? രേണുക തണ്ണീർത്തടമാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശ് ആണ്. വെറും 20 ഹെക്ടറേ ഉള്ളൂ ഇതിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്. 2024 ജൂണിൽ റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നാഗി നക്തി പക്ഷി സങ്കേതങ്ങളാണ്. നാഗി നക്തി പക്ഷി സങ്കേതങ്ങളാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? ബീഹാറിലാണ് കേട്ടോ. ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ്? അത് 82 ആണ്. ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകൾ 82 ആണ്. ഓക്കെ, ഈ രാജ്യത്തെ റംസാർ സൈറ്റുകളുടെ അതുല്യമായ സംരക്ഷണ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായി 2023-24 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? അത് അമൃത് ധരോഹർ പദ്ധതിയാണ് കേട്ടോ. അമൃത് ധരോഹർ പദ്ധതി. അപ്പൊ രാജ്യത്തെ റംസാർ സൈറ്റുകളുടെ അതുല്യമായ സംരക്ഷണ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ 2023-24 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് ഏതാണ്? അമൃത് ധരോഹർ പദ്ധതിയാണ്. ഈ പദ്ധതി ആരംഭിച്ചത് 2023 ജൂണിലാണ്. ഓക്കെ, ഇനി 1971 ഇറാനിലെ റംസാർ എന്ന് പറയുന്ന നഗരത്തിൽ ചേർന്ന ആ ഒരു സമ്മേളനത്തിലാണ് ഈ ഒരു അന്താരാഷ്ട്ര ഉടമ്പടി ഒപ്പുവെച്ചത്. അതുകൊണ്ടാണ് റംസാർ എന്ന് പറയുന്ന പേര് ഇതിന് ലഭിച്ചത്. ഓക്കെ, ഇനി നമ്മുടെ 2024 ഇപ്പൊ നമ്മൾ പഠിച്ച കറണ്ട് അഫയേഴ്സ് 80, 81, 82 81ാമത്തെ 82ാമത്തെ റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലെ കേട്ടോ. അപ്പൊ നിലവിൽ 82 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. അപ്പൊ ഇത് വരുന്നതിന് മുമ്പ്, അതായത് 2024 നമ്മുടെ ഫെബ്രുവരിയിൽ നമ്മൾ തണ്ണീർത്തട ദിനം ആചരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് 80 തണ്ണീർത്തടങ്ങളെ ഉള്ളായിരുന്നു, അല്ലെങ്കിൽ 80 റംസാർ സൈറ്റുകളെ ഉള്ളായിരുന്നു. അപ്പൊ അതിൽ ഏറ്റവും അവസാനം ഏതൊക്കെയാണ് ഉൾപ്പെട്ടതെന്ന് ചോദിച്ചാൽ 2024 ജനുവരിയിൽ 5 പുതിയ റംസാർ സൈറ്റുകൾ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിരുന്നു. ഏതൊക്കെയാണ്? അംഗസമുദ്ര പക്ഷി സങ്കേതം കർണാടക, അംഗനാശിനി അഴിമുഖം. അപ്പൊ അംഗസമുദ്ര പക്ഷി സങ്കേതം കർണാടക, അംഗനാശിനി തുറമുഖം കർണാടക, മഗഡി കേരെ കൺസർവേഷൻ റിസർവ് എവിടെയാണ്? കർണാടക, കരൈവെട്ടി പക്ഷി സങ്കേതം തമിഴ്നാട്, ലങ്കോഡ് ഷോല റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട്. ഇത്രയാണ് ലോങ്ഗഡ് ഷോല റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട്. ഇത്രയാണ് നമ്മുടെ 2024 ജനുവരിയിൽ ഉൾപ്പെട്ടത് കേട്ടോ. ഇനി നമ്മുടെ 2022 ജൂലൈയിൽ ഏതൊക്കെയാണ്? കരീക്കിലി പക്ഷി സങ്കേതം തമിഴ്നാട്, പള്ളിക്കരനി മാർഷ് റിസർവ് ഫോറസ്റ്റ് തമിഴ്നാട്, പിച്ചവാരം കണ്ടൽക്കാട് തമിഴ്നാട്, സഖ്യസാഗർ മധ്യപ്രദേശ്, പാലാ തണ്ണീർത്തടങ്ങൾ മിസോറം. ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടവ കേട്ടോ. അതൊന്ന് നോക്കി വെച്ചേക്കണേ. ഇനി നമ്മൾ പഠിച്ചേക്കേണ്ട കുറച്ച് ബേസിക് ഫാക്ട്സ് ഉണ്ട്. റംസാർ സൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? നമ്മൾ ലോകത്തിൽ ആദ്യ റംസാർ സൈറ്റ് എന്നാണ് 1974 നമ്മുടെ ഓസ്ട്രേലിയയിലെ കോബർഗ് പെൻസുലയിലാണ് കണ്ടെത്തിയത് കേട്ടോ. ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ് എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയെന്ന് പറയണം?
യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. എവിടെയാണ്? യുണൈറ്റഡ് കിങ്ഡം ആണ്. 1971 ഫെബ്രുവരി 2-നാണ് റംസാർ കൺസർവേഷൻ എല്ലാവരും ഒപ്പുവെച്ചത്. ആ ഒരു ഫെബ്രുവരി 2-നെ നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? അന്താരാഷ്ട്ര തണ്ണീർത്തട ദിനമായിട്ടാണ് ആചരിക്കുന്നത്, അറിഞ്ഞു വെച്ചേക്കുക. ഇനി നമ്മുടെ ഈ റംസാർ കൺവെൻഷനിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംഘടനകൾ അല്ലെങ്കിൽ അതുമായിട്ട് സഹകരിക്കുന്ന സംഘടനകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN കേട്ടോ. അത് കൂടാതെ ബേർഡ് ലൈഫ് ഇന്റർനാഷണൽ, ഇന്റർനാഷണൽ വാട്ടർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ, വൈൽഡ് ഫോൾ ആൻഡ് വെറ്റ്ലാൻഡ് ട്രസ്റ്റ്, WWF ഇന്റർനാഷണൽ. ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ജസ്റ്റ് നമ്മളൊരു ബ്രീഫായിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫാക്ട്സ് കൂടെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.